സന്ദീപ് വാചസ്പതി അദ്ദേഹം പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഗമം അവസാനിച്ചു. സന്ദീപ് വാചസ്പതി ചേരുകയാണ്. ശ്രീ സന്ദീപ്, ഇത് ഈ ഹൈജാക്കിങ്ങിന്റെ കാര്യം ഇവിടെ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞു. അതായത് പന്തളത്തെ സംഗമത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്, പമ്പയിലെ സംഗമത്തെ പറ്റിയല്ല. അല്ല, ശ്രീ ബി ജയരാജ് പറഞ്ഞത് പകുതി മുതലാണ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. എനിക്ക് അദ്ദേഹം പറഞ്ഞ വില കുറഞ്ഞ ആരോപണങ്ങൾക്കും ചരിത്ര നിഷേധത്തിനുമൊന്നും മറുപടി പറയാനില്ല. അദ്ദേഹത്തിന് ചരിത്രവും അറിയില്ല, ഭക്തിയെപ്പറ്റി അറിയില്ല, ആധ്യാത്മികതയെപ്പറ്റി അറിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ഏതാനും മിനിറ്റത്തെ വാചകങ്ങളിൽ കൂടി ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കുറെ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയെ എന്തോ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ശബരിമലയിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയതെന്നാണല്ലോ അദ്ദേഹത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ അവകാശവാദം. ഇത് സത്യത്തിൽ ഇത് നടക്കുന്നതിന് മുൻപായിരുന്നു ഇത്തരമൊരു അവകാശവാദമെങ്കിൽ അതിന് ആ പറയുന്ന വാക്കുകളുടെയെങ്കിലും വിലയുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പ്രഹസനം നടന്നതിന് ശേഷവും പിന്നീട് ചാനൽ സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്ന് ഇങ്ങനെ അവകാശപ്പെടണമെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടിയാണ് വേണ്ടത്. കാരണം അവരുടെ അവിടെ പരിപാടി 12 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെയാണ്. 3 സെഷനുകളിലായി അറ്റ് എ ടൈം സമാന്തരമായി 3 വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. എന്തൊക്കെയാ വിഷയങ്ങളെന്ന് ഞാനൊന്ന് വേണമെങ്കിൽ ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനിനെ പറ്റിയുള്ള ചർച്ച, അതേസമയം തന്നെ വേദി 2 ആത്മീയ ടൂറിസം സർക്യൂട്ടിനെ പറ്റിയുള്ള ചർച്ച, അതേ സമയത്ത് തന്നെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്ന് വേദി 3 ചർച്ച. അപ്പൊ ഇങ്ങനെ 3 വേദികളിലായി സമാന്തരമായി ഒരു ചർച്ച 1.5 മണിക്കൂർ നടന്നു. ഈ 1.5 മണിക്കൂർ നടത്തിയ ചർച്ച കൊണ്ടാണോ നിങ്ങൾ ശബരിമലയെ ആഗോള പ്രശസ്തിയിലേക്കും ആഗോള തീർത്ഥാടന കേന്ദ്രവുമാക്കി ഉയർത്തിയത്? ഇതിനു വേണ്ടിയിട്ടായിരുന്നു 7 കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചത്? മറുപടി പറയണ്ടേ ജനങ്ങളോട്? എന്നിട്ടും ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് ഉളുപ്പില്ലാതെ അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം എത്രമാത്രം അടിമയായിരിക്കണമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മൂന്ന് വിഷയം എടുത്തവരെ പറ്റി കൂടി ഞാൻ പറഞ്ഞു വരുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. ഒന്നാമത്തെ സെഷൻ, അതായത് ശബരിമല മാസ്റ്റർ പ്ലാനിനെ പറ്റി സംസാരിക്കുന്ന ആരാ? ശബരിമല മാസ്റ്റർ പ്ലാൻ വിദഗ്ധ സമിതി അംഗങ്ങളായ പ്രിയാഞ്ജലി പ്രഭാകരനും ബൈജേനസ് കോത്താരിയും, കൂടെ നമ്മുടെ പഴയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ കെ ജയകുമാറും. ആത്മീയ ടൂറിസത്തെ പറ്റി സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ടി കെ എ നായരും കേരള ടൂറിസത്തിന്റെ സെക്രട്ടറിയായ ബിജു കെ IAS കേരള ട്രാവൽ മാർട്ടിന്റെ സ്ഥാപകനായ എസ് സ്വാമിനാഥനും ജീവൻ ടിവിയുടെ MD ആയ ബൈജു സോമതീരവും. മൂന്നാമത്തെ സെഷനിൽ ആൾക്കൂട്ട നിയന്ത്രണം, ഭക്തരുടെ നിയന്ത്രണമല്ല, എടുത്തു കേൾക്കണം, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവിടെ അവതരിപ്പിക്കാൻ വന്നത് മുൻ DGP ജേക്കബ് പുന്നൂസ്, നിലവിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ശ്രീജിത്ത് IPS, തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം, ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട്, എനിക്ക് ജയരാജ് എന്ന് പറയുന്ന ഈ മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ പണയപ്പെടുത്തി ഇതിനെ ന്യായീകരിക്കുന്ന അദ്ദേഹത്തോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. പക്ഷെ പ്രേക്ഷകരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, 7 കോടി രൂപ മുടക്കി ഇത്രയും പേര് പമ്പയിൽ പോകണമായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലോ പോലീസ് ആസ്ഥാനത്തോ 4 കസേര വലിച്ചിട്ട് മുഖാമുഖം നോക്കിയിരുന്ന് ചായയും അണ്ടിപ്പരിപ്പും കഴിച്ചുകൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയം വലിയ കൊട്ടിഘോഷിച്ച് പമ്പയുടെ മണൽത്തീരത്തേക്ക് കൊണ്ടുവന്ന് എയർ കണ്ടീഷൻ ചെയ്ത വലിയ പന്തലിട്ട് 10-16 മന്ത്രിമാരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. രാജ്യത്തെ മുഴുവൻ പണക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി നടത്തേണ്ട ഒരു മാമാങ്കമായിരുന്നു ഇത്. ഇതാണോ അയ്യപ്പ സംഗമം? അപ്പൊ അതിനെ അവർ ന്യായീകരിച്ചു കൊള്ളട്ടെ. ഇവിടെ എന്തായാലും പന്തളത്ത് ഇന്ന് ശബരിമല സംരക്ഷണ സംഗമം നടത്തിയത് ആരോടും മത്സരിക്കാനല്ല, ഞങ്ങൾ ആരോടും മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല ശബരിമല കർമ്മസമിതി ഇത് നടത്തിയത്. ശബരിമല കർമ്മസമിതി ഈ ഒരു പരിപാടി നടത്തിയതിന്റെ കാരണം ഓഫായി. ശബരിമല കർമ്മസമിതി ഇത് നടത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, ഇവിടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ ശബരിമലയെ സംരക്ഷിക്കാനായി രംഗത്ത് വരുന്നു. അതേ സമയത്ത് അന്ന് ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് അവർക്ക് ചില കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. കാരണം സന്ദീപ്, ഇതിനകത്ത് ഒരു തർക്കം എന്ന് പറയുന്നത് യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ത്, അത് സർക്കാരിനെ കൊണ്ട് പറയിപ്പിച്ചേ തീരൂ എന്ന ഉദ്ദേശ്യം ഈ പന്തളത്തെ സംഗമം പോലുള്ളവയ്ക്കുണ്ടോ? കാരണം സർക്കാർ ഇക്കാര്യത്തിൽ പിടിതരുന്നില്ല.
ഇപ്പോൾ പമ്പയിലെ സംഗമം എടുത്തു നോക്കുകയാണെങ്കിൽ ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഈ അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചതിന് ശേഷം പലതവണ സർക്കാരിനോടും സർക്കാരിന്റെ പ്രതിനിധികളോടും മന്ത്രിമാരോടും ഒക്കെ ചോദിച്ചിരുന്നു യുവതീ പ്രവേശനത്തിലെ നിലപാട്. അറിയാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചില കാര്യങ്ങൾ പറഞ്ഞു, അത് വിവാദമാവുകയും ചെയ്തു. അതോടെ അതും പിൻവലിച്ചു. അതിനുശേഷം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ സൗകര്യപൂർവ്വം അക്കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അത് പറയിപ്പിച്ചേ തീരൂ എന്നുള്ള ആ ഒരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്, ഈ ബദൽ ശബരിമല സംരക്ഷണ സംഗമമൊക്കെ എന്നുള്ള പേരിൽ? കാരണം കൂടുതലായിട്ടും ആ വിഷയമാണല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. കാരണം യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ടോ, സത്യവാങ്മൂലം തിരുത്തിയിട്ടുണ്ടോ, മാപ്പ് പറഞ്ഞിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ശരി, സന്ദീപിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, പമ്പയിലെ അയ്യപ്പ സംഗമമാണോ പന്തളത്തെ ശബരിമല സംരക്ഷണ സംഘവുമാണോ, ഏതിനൊപ്പമാണ് താങ്കൾ? രണ്ടും നല്ലതാണ്. നമ്മുടെ യോഗിജി രണ്ടിനും എഴുത്തെഴുതിയതുപോലെ രണ്ടും നല്ലതാണ്, രണ്ടും സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, അയ്യപ്പൻ ഒരു മത്സര ഐറ്റം അല്ല. ലാലേട്ടൻ പറയുന്ന പോലെ ഒരു ഗപ്പ് ഇതിന് കൊടുക്കുന്ന ഒരു ഐറ്റം ഇല്ല. അതുകൊണ്ട് അയ്യപ്പൻ എല്ലാവരുടെയാണ്. അത് BJPയുടെയും കോൺഗ്രസിന്റെയും CPM-ന്റെ അല്ല, എല്ലാവരുടെയാണ് അയ്യപ്പൻ. അതുകൊണ്ട് ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല. രണ്ട്, ഇവിടെ തന്നെ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചർച്ചയെ പോലും സംഭവിച്ചത് എന്താ? നമ്മുടെ ഇടതുപക്ഷത്തിലെ ഡോക്ടർ ജയരാജ് എന്ന സുഹൃത്ത് അദ്ദേഹം പറയുന്നത് ഫെയ്ത്ത് ഷോപ്പിംഗ്, ലോക്കസ് വെളിയിലാണ് കരുതുന്നവർ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകും, ഞങ്ങൾ വളരെ ഫാക്ച്വൽ ആണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും പോവില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ യഥാർത്ഥത്തിൽ ഏതെങ്കിലും CPM-കാരോ വിശ്വാസികളെ ഒക്കെ അഡ്രസ് ചെയ്യേണ്ടത്? ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് യോജിച്ചുകൊണ്ട് തന്നെ പറയാം, വാവര് തന്നെയാണ്, ബാബുരനല്ല, അത് കള്ളം പറയുന്നതാണ്, വാവരാണെന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഫാക്ച്വൽ ആണ്, മതസൗഹാർദ്ദപരമാണ്, അത് യോജിക്കുന്നു. രണ്ട്, NSS-ഉം SNDP-യും ഈ സംഗമത്തിന് എത്തിയില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് എത്തിയില്ല. നായരും ഈഴവരും ഒക്കെ ഈ സംഗമത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഔദ്യോഗികമായ NSS-ന്റെ SNDP-യുടെ നേതൃത്വം സർക്കാരിന്റെ പരിപാടിക്കാണ് അവിടെ പോയത്. തെറ്റൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പരിപാടി പരാജയപ്പെട്ടു എന്ന് എല്ലാവരും പറയാൻ കാരണം, ഒന്ന് പങ്കാളിത്തത്തിന്റെ കുറവ്, രണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരായിരുന്നു, അത് പറ്റിയില്ല. ഇപ്പം കർണാടകയുടെ റെപ്രസെന്റേഷനായി തേജസ്വി സൂര്യ അവിടെയുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയുണ്ട്, വ്യത്യസ്ത എനിക്കൊന്ന് ശ്രീലങ്കയിൽ നടക്കമുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെറ്ററായി നടത്തിയത് സംഘപരിവാർ സംഘടനകളാണെന്ന് സമ്മതിക്കുന്നത് നമുക്ക് എന്താ മടി? അതായത് CPM അല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തിയ സംഗമത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ RSS-നും BJP-ക്കും അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്ക് അത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു ഫാക്റ്റാണ്. രണ്ട്, നമുക്കെല്ലാം അറിയാമല്ലോ ഈ AI-യുടെ ചിത്രം കാരണം കസേരയില് ആളില്ലാത്തല്ലെന്ന്. എന്താ അറിയാമോ, താഴെത്തട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും ചിരിക്കില്ലേ, സഖാക്കന്മാർ പോലും പുച്ഛിച്ച് ചിരിക്കില്ലേ ഈ AI ചിത്രങ്ങളാണ് കസേരയിൽ ആളില്ലാത്തെന്ന് പറഞ്ഞാൽ? അപ്പോ വേണ്ട രീതിയിൽ, ഒരുപക്ഷെ പരിശീലനത്തിന്റെ കുറവായിരിക്കാം, പമ്പയുടെ ഡിസ്റ്റൻസ് ആയിരിക്കാം, ശനിയാഴ്ച, ഒരുപാട് കാരണങ്ങൾ കാണാം. അപ്പോ വേണ്ട രീതിയിൽ അത് നടത്തി വിജയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് സമ്മതിക്കുന്നതിന് യാതൊരു തെറ്റും കാണിക്കണ്ട. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവർ എന്തുകൊണ്ട് വന്നില്ല? അതിലൊരു ദുരൂഹതയുള്ള കാര്യമാണല്ലോ. താല്പര്യത്തോടു കൂടിയാണല്ലോ രജിസ്റ്റർ ചെയ്തത്. അതും ഒരു മത്സരമായിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 3000 പേർക്ക് അവസരം എന്ന രീതിയിലായിരുന്നു. കേരളത്തിൽ നിന്ന് 800, ആന്ധ്ര തെലുങ്കാന 850, തമിഴ്നാട് 800, അതുപോലെ കർണാടകം ഏതാണ്ട് 750 പേരോ അങ്ങനെ. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 250. ഇങ്ങനെ ആകെ കൂടി ഒരു 3000, 3250 അങ്ങനെ രജിസ്റ്റർ ചെയ്തവർ എന്തുകൊണ്ട് വന്നില്ല? അതൊരു ദുരൂഹമായ കാര്യമാണല്ലോ. അത് താല്പര്യത്തോടു കൂടിയാണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്. CPM-കാരെ കുറ്റം പറയാതെ ഒരു കാര്യം ഞാൻ പറയാം, അവർക്ക് ഈ ഭക്തിയായിട്ടൊക്കെ ഉള്ള ഇടപെടൽ വളരെ കുറവാണല്ലോ. അവർക്ക് ഇതൊക്കെ സംഘടിപ്പിച്ചുള്ള ശീലവും വിശ്വാസവും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും കുറവാണ്. അതുകൊണ്ടായിരിക്കില്ലേ പ്രശാന്ത്ജി, പഴയ കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും സ്വാമിയെ ശരണോ അയ്യപ്പ എന്ന് മുഷ്ടി ചുരുട്ടി വിളിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി തന്നെ RSS-ഉം സംഘപരിവാറും നടത്തി, അതിനുള്ള ക്രെഡിറ്റ് അവർക്കാണ്, ഇന്നത്തെ കയ്യടി അവർക്കാണ്. അത് നിങ്ങൾ സ്കോറായിട്ട് കൂട്ടുകയാണെങ്കിൽ 1-0 RSS-ഉം BJP-യും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സാധാരണ ഒരു വിശ്വാസിക്ക് ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല. അണ്ണാമലെ വളരെ കാര്യമായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അണ്ണാമലെ വളരെ കാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ, സനാതന ധർമ്മം ഡെങ്കു, മലേറിയ, എയ്ഡ്സ് ആണ് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അതായത് എതിർക്കപ്പെടേണ്ടതല്ല, നിർമാർജനം ചെയ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവരെ കോട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോ വിശ്വാസികളെ വിശ്വാസത്തിന്റെ സെൻസിറ്റിവിറ്റിയും ബഹുമാനവും വെച്ച് വരണ്ടേ? ഇവിടെ നിന്ന് ജയരാജി പോലും ആലോചിച്ച് നോക്കൂ, ഫെയ്ത്ത് ഷോപ്പിംഗ് എന്ന വാക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളിത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പുണ്യമായി കൊണ്ടുപോകുന്ന തീർത്ഥാടനമാണ്. അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഒക്കെ. ശബരിമലയിൽ പോകുന്ന വഴി മുഖ്യമന്ത്രി ശരിയായി പറഞ്ഞതുപോലെ അർത്തുങ്കൽ വെളുത്തയുടെ ക്രിസ്ത്യൻ പള്ളിയിലും ബാബര് പള്ളിയിലും കയറുന്നത് ഫെയ്ത്ത് ഷോപ്പിംഗ് അല്ല, നമ്മുടെ സംസ്കാരത്തിന്റെയും ട്രഡീഷന്റെയും അയ്യപ്പൻ ഉണ്ടാക്കി വെച്ചൊരു മതസൗഹാർദ്ദ പാരമ്പര്യം പിന്തുടരാനാണ്. അപ്പം വിശ്വാസത്തോട് അടിസ്ഥാനപരമായ ബഹുമാനവും റെസ്പെക്റ്റും ഇല്ലാതെ
ഇലക്ഷൻ വർഷത്തിൽ നഷ്ടപ്പെട്ട ഈഴവ നായർ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ, പ്രമുഖമായ ഈഴവ അതോടൊപ്പം കുറെ നായർ വോട്ടുകൾ തിരിച്ചുപിടിക്കാനാണ് CPM ഇത് ചെയ്യുന്നതെന്ന് ആരെങ്കിലും വിമർശിച്ചവരെ കുറ്റം എങ്ങനെ പറയാൻ കഴിയും? കുറെ കുപ്പ ഉദാഹരണം, കടകംപള്ളി സുരേന്ദ്രൻ സാറിന്റെ ഭാഷയെ സംസാരിച്ചെന്നെങ്കിൽ സമ്മതിക്കായിരുന്നു. ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാർ സാറിന്റെ ഭാഷയെ സംസാരിച്ചെന്നെങ്കിൽ സമ്മതിക്കായിരുന്നു. അദ്ദേഹം ഇന്നലെ കൂടെ പറഞ്ഞു അടഞ്ഞ അധ്യായമാണെന്ന്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മുതിർന്ന നേതാവായ MV ഗോവിന്ദൻ മാസ്റ്റർ ഇത് കഴിഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിനെ തിരുത്തി കടകംപള്ളി സാർ പറയുകയുണ്ടായി അടഞ്ഞ അധ്യായമാണ്. അങ്ങനെ പോസിറ്റീവായ കാര്യം. ഇന്ന് ശശികല ടീച്ചർ വേറൊരു അർത്ഥത്തിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് അടഞ്ഞ അധ്യായമാക്കാൻ നമുക്ക് നോക്കണോ. അപ്പം വിശ്വാസികളോട് ഞാൻ സന്ദീപിനോട് ചോദിച്ചു അതാണ്. സന്ദീപ്, യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിനെ കൊണ്ട് ഒരു നിലപാട് പറയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വാശി കൂടി ഇതിനില്ലേ? ഇപ്പോൾ ഈ ശബരിമല സംരക്ഷണ സംഗമം നടത്തുമ്പോൾ പമ്പയിൽ സൗകര്യപൂർവ്വം ഇക്കാര്യങ്ങളൊക്കെ വിസ്മരിച്ചു. അയ്യപ്പ സംഗമം നടത്തുവാൻ തീരുമാനിച്ചതിന് ശേഷം മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം സത്യവാങ്മൂലം തിരുത്തുവാൻ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പിന്നെ വാതുവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വാശി നിങ്ങൾക്കില്ലേ? അത് പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയായിരുന്നുവല്ലോ പന്തളത്തെ ഈ സംഗമം. അല്ല, അങ്ങനെ സംഘടനാപരമായ അല്ലെങ്കിൽ ഇവിടെ നടന്ന ഇന്ന് സമ്മേളനത്തിൽ അങ്ങനെ ഒരു വാശിയോ അങ്ങനെ ഒരു വിളംബരമോ പ്രഖ്യാപനമോ വെല്ലുവിളിയോ ഒന്നും നടന്നിട്ടില്ലല്ലോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവിടെ ഈ പരിപാടി നടത്തിയത് സർക്കാർ നടത്തിയ വലിയ മാമാങ്കത്തിന് ബദലായിട്ട് നടത്തിയ പരിപാടിയൊന്നുമല്ല ഇത്. അതിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുക. കാരണം ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടത് സർക്കാർ എങ്ങനെയാണ് അയ്യപ്പനോടും അയ്യപ്പ ഭക്തരോടും പെരുമാറിയിട്ടുള്ളത്, ഇന്നും പെരുമാറുന്നത് എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? അതിനിപ്പോ അവരുടെ നിലപാട് BJPയോ അല്ലെങ്കിൽ RSSോ ശബരിമല കർമ്മസമിതിയോ രണ്ടാമത് സ്ഥാപിക്കേണ്ട സാഹചര്യം എന്താ കേരളത്തിലുള്ളത്? അവരുടെ നിലപാട് പകൽ പോലെ വ്യക്തമാണ്. അവർ എതിരാണ്, അയ്യപ്പ ഭക്തർക്ക് എതിരാണ്. എന്തായിരുന്നു സ്വരാജ് പറഞ്ഞത് എന്ന് ഞാൻ ഈ ചാനൽ ഫ്ലോറിൽ ആവർത്തിക്കേണ്ടതുണ്ടോ? സ്വരാജ് ശബരിമലയുടെ അയ്യപ്പൻ എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നുള്ളതാണല്ലോ. ആ സങ്കല്പത്തോട് എന്തായിരുന്നു CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ യുവകേസരിയായ സ്വരാജ് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ആരെങ്കിലും തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് പിണറായി വിജയൻ ചോദിച്ചത്? യുവതി കയറിയപ്പോൾ ഹർത്താൽ നടത്തി, അപ്പൊ രണ്ടാമത് കയറിയപ്പോൾ ഇനി ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ചത് ആരായിരുന്നു? യുവതികൾ പ്രവേശിച്ചതോടുകൂടി ശബരിമലയുടെ മുഴുവൻ പവിത്രതയും അല്ലെങ്കിൽ ശബരിമലയുടെ സങ്കല്പത്തിൽ തന്നെ മാറ്റമുണ്ടായി എന്ന് വാദിച്ചതാരായിരുന്നു? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണോ ജനങ്ങൾക്കറിയാൻ? ഇത് ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. ഒന്ന്. രണ്ട്, ഇവിടെ ഞാൻ പറഞ്ഞു ഇത്തരം ഒരു പരിപാടി ഇവിടെ നടത്തിയത് മുമ്പ് ഇവിടെ തേജസ്വി സൂര്യ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ചെകുത്താൻ വേദമോതുന്നു എന്ന ഒരു വൈരുദ്ധ്യം, ആ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ശബരിമലയുടെ സാങ്ക്ടിറ്റിയെ, പവിത്രതയെ, ശബരിമലയുടെ സങ്കല്പത്തെ, അയ്യപ്പൻ എന്ന സങ്കല്പത്തെ, ആ സങ്കല്പത്തിന് അടിസ്ഥാനമായ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയവർ ഞങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും ഇന്നലെ വരെ ഈ ശബരിമലയുടെ പവിത്രതയെ തകർക്കാൻ കൂട്ടുനിന്നവർ ഞങ്ങളാണ് യഥാർത്ഥ സംരക്ഷകരെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ വീമ്പിളക്കി വരുമ്പോൾ അത് അങ്ങനെയല്ല, അവർ കാണിക്കുന്നതിലെ പൊള്ളത്തരമുണ്ട് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തു. അതുമാത്രമേ ഉള്ളൂ. ഇതല്ലാതെ ആരോടും മത്സരിക്കാനല്ല. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ശബരിമല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് സർക്കാർ പറയുന്നുണ്ടല്ലോ. ശരി, ഒരു വാദത്തിന് വേണ്ടി, ചാനൽ ചർച്ചയിലെ വാദത്തിന് വേണ്ടി ഞാനത് അംഗീകരിച്ച തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എങ്ങനെയാണ് നിങ്ങൾ വിശ്വാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്? വിശ്വാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് എന്താ? അവരുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ടാണ്. എന്താണ്? കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ ശബരിമലയുടെ കാര്യത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അവിടെ പ്രത്യേക പ്രായപരിധിയിലുള്ള യുവതികൾ പ്രവേശിക്കാൻ പാടില്ല. ഇതിന് നിങ്ങൾ ശാസ്ത്രീയമായ അളവുകോലും കൊണ്ടുവന്നിട്ട് എന്താണ് ഇതിന്റെ ശാസ്ത്രീയത എന്ന് ചോദിച്ചാൽ ഇതിന് വിശ്വാസത്തെ നിങ്ങൾ സന്ദീപ്, അതാണ് ഞാൻ ചോദിച്ചത്. അതിൽ സർക്കാരിനെ കൊണ്ടൊരു മറുപടി പറയിപ്പിച്ചേ തീരൂ എന്നുള്ള വാശി, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ അന്ന് NSS ആണല്ലോ ആദ്യം ഇതേ പന്തളത്ത് നാമജപ ഘോഷയാത്രയുമായി രംഗത്തെത്തിയത് സർക്കാരിനെതിരെ. യുവതീ പ്രവേശനം അവിടെ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ശബരിമലയിൽ നടത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ NSSന്റെ പ്രതിനിധി പങ്കെടുത്തു. വെറും പ്രതിനിധിയല്ല, NSSന്റെ മുതിർന്ന പദവിയിൽ, ഉയർന്ന പദവിയിൽ ഇരിക്കുന്നയാൾ തന്നെ, സംഗീത് കുമാർ തന്നെ അവിടെ പങ്കെടുത്തു പമ്പയിലെ സംഗമത്തിൽ. അപ്പോൾ സർക്കാർ എങ്ങനെയാണോ നിലപാട് മാറ്റിയത്, ആ നിലപാടിനൊപ്പം NSSനൊക്കെ ആ നിലപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നല്ലേ? അവിടെ SNDP ആണെങ്കിൽ അവിടെ യുവതീ പ്രവേശനം പാടില്ല, പക്ഷേ അതേസമയം നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, സുപ്രീം കോടതി വിധിയെ അനുസരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, അതുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട എന്ന നിലപാടായിരുന്നു.
ഇവിടെയും സർക്കാരിനൊപ്പം തന്നെ SNDP നിലകൊണ്ടു. KPMS നവോത്ഥാന മൂല്യ സംരക്ഷണത്തിനൊപ്പമായിരുന്നു. ഇവിടെ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന തിരിച്ചറിവിൽ അവരും പങ്കെടുത്തു. അപ്പോൾ ഹിന്ദു സമുദായ സംഘടനകൾ ഇത്തരത്തിൽ സർക്കാരിനൊപ്പം ചേർന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ. പക്ഷേ BJP സംഘപരിവാർ സംഘടനകൾക്ക് മനസ്സിലായില്ല എന്ന് കരുതേണ്ടി വരുമല്ലോ ശബരിമല കർമ്മസമിതിക്ക്. അങ്ങനെയല്ല. സർക്കാർ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചത് എന്തായിരുന്നു? ശബരിമലയുടെ വികസനത്തിന് ആഗോള സഹായം തേടുന്നു. ശബരിമലയെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ പോരാ. ശബരിമലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആഗോളതലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ സേവനം അല്ലെങ്കിൽ സഹായം തേടേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിച്ചാണ് പിണറായി വിജയനും LDFും ദേവസ്വം ബോർഡും, അതുമാത്രമല്ല ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി എന്നും അവർ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും NSSും SNDPയും KPMSും പോലെ വലിയ പാരമ്പര്യം പേറുന്ന കേരളത്തിന്റെ നവോത്ഥാന കേരളം എന്ന വിശേഷണത്തിന് പോലും കേരളത്തെ അർഹമാക്കിയ സംഘടനകൾക്ക് അത്തരത്തിൽ ചിന്തിച്ച് സർക്കാരിനൊപ്പം പങ്കെടുക്കുക എന്നുള്ളത് അവർ ചെയ്ത അവരുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം ഒരു സാമുദായിക സംഘടന അങ്ങനെയാണ് പെരുമാറേണ്ടത്. കാരണം സർക്കാർ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്നത് സത്യസന്ധമാണ് എന്ന് ധരിച്ചുകൊണ്ട് സർക്കാരിന്റെ, അതായത് ശബരിമലയുടെ വികസനമാണല്ലോ, ആ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഞങ്ങളും കൂടി സഹകരിക്കുക, ഞങ്ങൾ മാറി നിന്നതുകൊണ്ടാണ് നാളെ ശബരിമല വികസിക്കാത്തത് എന്നിവർ പറഞ്ഞു പരത്തരുത് എന്ന വിശാലമായ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് NSSും SNDPയും KPMSും ഒക്കെ പങ്കെടുത്തത്. അല്ലാതെ NSSും SNDPയും KPMSും ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിച്ച് അവരുടെ പ്രതിനിധികളെ വേദിയിലേക്ക് പറഞ്ഞു വിട്ടു എന്നതിന്റെ അർത്ഥം ശബരിമലയിൽ യുവതി പ്രവേശത്തിന് ആ 3 സംഘടനകൾ അനുകൂലമാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? ശബരിമലയുടെ മുഴുവൻ പവിത്രതയും തകർത്തുകൊണ്ട് നാളെ മുതൽ എല്ലാ യുവതികൾക്കും പ്രവേശനം വേണമെന്ന് SNDP ആവശ്യപ്പെട്ടിട്ടുണ്ടോ? NSS ആവശ്യപ്പെട്ടിട്ടുണ്ടോ? KPMS ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ശബരിമലയുടെ വികസനത്തിനായി നിങ്ങൾ എന്തോ വലിയ പ്രൊജക്ട് ഇവിടെ നടപ്പാക്കാൻ പോകുന്നു. അതിനുവേണ്ടി ലോകത്തിലെ വലിയ വിദഗ്ധർ, നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു തെറ്റിദ്ധരിപ്പിച്ചത്? ആഗോള വിദഗ്ധർ വരുന്നെന്നാ പറഞ്ഞു. ഏത് ഗോളത്തിൽ നിന്നാ വന്നത്? എന്റെ ചോദ്യം അവിടെയാ. പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പമ്പയുടെ തീരത്തെ ഈ മഹാസംഗമത്തിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നേരത്തെയും വികസിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞിരുന്നു. അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ല മഞ്ജുഷ ഒറ്റ കാര്യം, ഒരു കാര്യം, അതായത് ഈ ആഗോള സംഗമത്തിന് വേണ്ടിയിട്ട് 3 പേപ്പറുകൾ അല്ലെങ്കിൽ 3 സെഷനുകളിലായി മഞ്ജുഷ ഒറ്റ കാര്യം, ഒറ്റ നിമിഷം പറഞ്ഞോളൂ. ഒരു 30 സെക്കൻഡ്സ്. അതായത് ഈ 3 സെഷന് വേണ്ടി ഈ 7 കോടി രൂപ മുടക്കിയ ആഗോള സംഗമത്തിന് മാറ്റിവെച്ചത് 1 മണിക്കൂർ 30 മിനിറ്റാണ്. പക്ഷേ അവിടേക്ക് അയ്യപ്പ ഭക്തിഗാനം പാടാൻ നീക്കി വെച്ചത് 1 മണിക്കൂർ 20 മിനിറ്റും. അപ്പോൾ തന്നെ ഇതിന്റെ പൊള്ളത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ശബരിമലയെ വികസിപ്പിക്കാനുള്ള സെമിനാറിന് 1 മണിക്കൂർ 30 മിനിറ്റ്, അയ്യപ്പ ഭക്തിഗാനം പാടാൻ 1 മണിക്കൂർ 20 മിനിറ്റ്. ഇതായിരുന്നു അവിടെ നടന്നത്. ശരിയാണ് ഡോക്ടർ ബി ജയരാജ്, ശരിയാണ്. 1 മണിക്കൂർ 30 2 മണിക്കൂർ സമയം കിട്ടിക്കാണും, അത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ബി ജയരാജ്. അതിനു മുൻപ് ഉദ്ഘാടനം, പിന്നെ അത് കഴിഞ്ഞ് ഗാനമേളയൊക്കെ ആയിരുന്നു. അതല്ലാതെ അത്രയും സമയം കൊണ്ട് ഈ ശബരിമല വികസനത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ പറയുവാനാണ് എന്നാണ്? ഒന്നുമില്ല. കേരളത്തിന്റെ വികസനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് അഭൂതപൂർവമായ വികസനമാണ് എല്ലാ മേഖലയിലും നടത്തിയിട്ടുള്ളത്, എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കേരളത്തിന്റെ ചരിത്രം, ഈ സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും.